ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്പൈസി പൈനാപ്പിൾ റോളാണ്. അതിനു വേണ്ടി 2 കപ്പ് മൈദ, 3 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ചിപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഓയിൽ 2 ടീസ്പൂൺ ഒഴിച്ച് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് 7 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കിലോ പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് വെച്ചതിന് ചേർത്ത് കൊടുക്കണം. നല്ല പഴുത്ത പൈനാപ്പിൾ വേണം എടുക്കാനായിട്ട്. പച്ചയാണെങ്കിൽ ഒരു പുളിപ്പുണ്ടാകും, നല്ല ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും കൂടി ഇതിന് വേണം. അപ്പോൾ പഴുത്ത പൈനാപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിളാണ്, അതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവുന്നത് വരേക്കും ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ വെള്ളമുണ്ടാകും, തിളച്ച് പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്കും വെള്ളമാകും. അതൊന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഫില്ലിങ്ങിനുള്ള പൈനാപ്പിൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ മാവ് റെഡിയായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസാക്കി മാറ്റി വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി എടുത്ത് കുഴച്ചൊന്ന് മറിച്ചിട്ടതിന് ശേഷം അതിനെ ഒന്ന് കത്തി കൊണ്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കാം. ബോൾസ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ആ ബോൾസ് വെക്കണം. ബോൾസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് പരത്തി കൈവെള്ളയിൽ വെച്ചിട്ട് ഓരോന്നിലും ഓരോ ടീസ്പൂൺ, 2 ടീസ്പൂൺ വയ്ക്കാം. വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യണം. ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒട്ടണം. ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒന്ന് തൊട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് ക്ലോസ് ആവും. ശേഷം ഒന്ന് റോള് ചെയ്തെടുക്കണം. കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് എല്ലാ ബോൾസും അതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം കോൺഫ്ലവർ 3 ടീസ്പൂൺ കലക്കി വെച്ചതിൽ ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ട് അതിലേക്കൊന്ന് റോൾ ചെയ്ത് കൊടുത്തുകൊണ്ട് ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇതെല്ലാം ഓരോന്നായിട്ട് റോൾസുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്യണം. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ മെല്ലെ ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചും അതിൻ്റെ ചൂട് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഓപ്പൺ ആവാതിരിക്കണമെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇതേപോലെ എല്ലാ റോൾസും നമുക്ക് ഫ്രൈ ആക്കി കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി പൈനാപ്പിൾ റോള് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.